നമസ്കാരം. വിഴിഞ്ഞം പദ്ധതിയുടെ അച്ഛനാര് അമ്മയാര് എന്നതാണ് ഇന്നത്തെ വിവാദം. പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള പെടാപ്പാടിനിടയിൽ പദ്ധതി എത്രമാത്രം സംസ്ഥാന താല്പര്യത്തിന് അനുഗുണമാണെന്ന ചർച്ച എല്ലാവരും മറക്കുകയാണ്. 6000 കോടിയുടെ അഴിമതി ആരോപിച്ചവരും അദാനിക്ക് പദ്ധതി തീരെഴുതിയവരും മറച്ചുവെക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി CPM വക്താവ് M പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് വക്താവ് KM അഭിജിത്ത്, പരിസ്ഥിതി പ്രവർത്തകൻ A ജോസഫ് വിജയൻ എന്നിവർ. ആദ്യം പ്രകാശൻ മാസ്റ്ററിലേക്ക്. പ്രകാശൻ മാസ്റ്റർ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദം എന്ന് തന്നെ പറയണം. ഒന്ന്, ഈ പദ്ധതിക്ക് കരാറൊപ്പിട്ട അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ആ പ്രസംഗത്തിലെവിടെയും പിണറായി വിജയൻ പരാമർശിക്കുക പോലും ചെയ്തില്ല. പിന്നീട് സ്പീക്കർ AN ഷംസീർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സ്മരിക്കാതെ ഇന്നത്തെ ചരിത്ര നിമിഷം പൂർണ്ണമാവില്ല എന്ന് ഓർക്കുന്നുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുത്ത കരണദാനി ഉമ്മൻചാണ്ടിയെ സ്മരിക്കുന്നുണ്ട്. A വിൻസെന്റ് MLA ഉമ്മൻചാണ്ടിയുടെ ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള സംഭാവനകളെ പറ്റി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയേണ്ടതില്ല, അദ്ദേഹത്തിന്റെ പേര് പോലും പറയേണ്ടതില്ല എന്ന് വെച്ചത്? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ്. ഇവിടെ ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ പദ്ധതി ആരംഭിച്ചിട്ട് 30 വർഷം പൂർത്തിയാവുകയാണ്. ഇത്രയും കാലതാമസം ഈ പദ്ധതിക്ക് വരാനിടയായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാലും ഈ പദ്ധതിയോട് ഏറ്റവും ശക്തമായ നിലയ്ക്ക് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇടപെട്ട LDF ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളോട് UDF എടുത്തിരിക്കുന്ന സമീപനവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്താലും ഇതിൽ രാഷ്ട്രീയമായ നിലക്കുള്ള ചില കുറ്റപ്പെടുത്തൽ അനിവാര്യമായി തീരും. ഇപ്പോൾ എപ്പോഴാണ് നമ്മൾ വിഴിഞ്ഞ പദ്ധതിയെ സംബന്ധിച്ച് ഏറ്റവും ഗൗരവമായിട്ട് ഒടുവിലത്തെ ചർച്ച നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വിഴിഞ്ഞം യുദ്ധമുഖം എന്ന നിലക്കുള്ള തലക്കെട്ട് കേരളത്തിലെ മാധ്യമങ്ങളിലാകെ നിറഞ്ഞു നിന്ന സമയത്താണ് നമ്മൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ചർച്ച ഏറ്റവും ഒടുവിലായിട്ട് നടത്തിയത്. ഇപ്പോൾ നടക്കുന്ന ചർച്ചയ്ക്ക് മുമ്പ് എന്തായിരുന്നു അതിൻ്റെ കാരണം? നമ്മുടെ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത നിലക്ക് വലിയ നിലക്കുള്ള ഒരു യുദ്ധമുഖമാക്കിയിട്ട് വിഴിഞ്ഞത്തെ മാറ്റുന്നതിന് വേണ്ടി വലിയ നിലക്കുള്ള പങ്കാണ് ഐക്യജനാധിപത്യ മുന്നണി നിർവഹിച്ചത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ കേരളത്തിൻ്റെ വികസന മേഖലയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രൂപത്തിൽ നിരവധി പോലീസ് വാഹനങ്ങൾ തകർക്കുന്ന, പോലീസിനെ ബന്ദിയാക്കുന്ന, മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന, വാഹന ഗതാഗതം തടയുന്ന, മാധ്യമപ്രവർത്തകരെ കടത്തിവിടാത്ത എന്തെന്തു അന്യായങ്ങളാണ്, അതിക്രമങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. തടസ്സപ്പെടുത്തുന്ന ഒരു നിലയുണ്ടായി. UDFിൻ്റെ വലിയ പിന്തുണ എന്താ പറഞ്ഞാൽ ഇപ്പോൾ കേരളയിലെ സമരം നടത്തിയിരിക്കുന്നത് UDF ആണോ? അല്ല, നിങ്ങൾ പറയും. നിങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അധിവസിക്കുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം സ്വാഭാവികമാണ്. അത് പരമാവധി വൈകാരികമാണ്. താൻ ജനിച്ചു വളർന്ന വീടും സ്ഥലവും എല്ലാം വിട്ടുപോകേണ്ടി വരുന്ന ഒരു കുടുംബത്തിന് ഉണ്ടാകുന്ന പ്രയാസം നമുക്ക് ഒരു കാരണവശാലും കുറച്ച് കാണാൻ കഴിയില്ല. എന്നാൽ എന്താണ് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടാവേണ്ടത്? വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രശ്നം നേരിടുന്ന കുടുംബങ്ങളെ എരിതിയിൽ എണ്ണയൊഴിക്കുക എന്ന നിലപാടല്ലല്ലോ നമ്മൾ സ്വീകരിക്കേണ്ടത് അവരുടെ പ്രശ്നത്തിന് പരിഹാരം. നിങ്ങൾ ഭരിക്കുകയല്ല. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. നിങ്ങൾ പ്രതിപക്ഷത്താണ്. വിഴിഞ്ഞം പദ്ധതിയിൽ ഇരകളായ ആളുകൾ അവിടെ സമരം ചെയ്യുകയാണ്. നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? ഞങ്ങൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലപാട് ഞങ്ങളുടെ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ 2016 ജനുവരി മാസം 1-ാം തീയതി നമ്മൾ വലിയ സമരം നടത്തിയിട്ടുള്ള ഒരു പ്രശ്നമാണല്ലോ വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട്. വിഴിഞ്ഞത്തിൽ അവിടെ അഴിമതി ഉണ്ടായി എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചവരാണ് ഞങ്ങൾ. എന്നാൽ ഞങ്ങൾ ആ പദ്ധതി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമരങ്ങൾ ഇക്കാലത്ത് നടത്തേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അഴിമതി ഉണ്ടായില്ല എന്നാണല്ലോ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. പ്രകാശ് മാസ്റ്റർ, 6500 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു. ഒരു നിമിഷം, അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് അഴിമതി ഉണ്ടായില്ല എന്നാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ പദ്ധതി ആരംഭിക്കുന്നതിന് വേണ്ടി നിരവധി സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ നിഷേധിക്കില്ലല്ലോ. ഇവിടെ ഞങ്ങൾ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കോടിയേരി തന്നെ പങ്കെടുത്തുകൊണ്ടൊരു ജനകീയ കൺവെൻഷൻ, പിന്നീട് 2013 ഏപ്രിൽ 16 വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഒരു മനുഷ്യ ചങ്ങല, അതുപോലെ തന്നെ 212 ദിവസം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ സമരം. ഇങ്ങനെ ഒരുപാട് സമരങ്ങൾ ഈ പദ്ധതി ആരംഭിക്കാതിരിക്കുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെതിരെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ വർഷം 2024 ജനുവരി 1-ന് കോടിയേരിയും തോമസ് ഐസക്കും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പാർട്ടിയുടെ നിലപാട് ഇത്തരമൊരു പദ്ധതി പുതിയൊരു ഗവൺമെൻറ് LDFന് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക
ഞങ്ങൾ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താ നിലപാട്? അഴിമതി ഈ പറയുന്ന അദാനിക്ക് കൊടുക്കുന്ന അദാനി പോർട്സിനെ ഇത് ഏൽപ്പിക്കുന്നതിൽ അഴിമതി ഉണ്ട് എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ടെങ്കിലും കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്നുള്ളതിൽ ഈ വികസന പദ്ധതിയോട് നിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിക്കില്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന കരാർ നടപ്പാക്കുകയാണ് ഞങ്ങൾ ചെയ്യുക എന്ന കാര്യം കൃത്യമായ നിലക്ക് തന്നെ കരാർ പുനഃപരിശോധിക്കാൻ LDF തീരുമാനിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണ്, അഴിമതിയാണ് എന്ന് നിങ്ങൾക്ക് ഉത്തമ ബുദ്ധിയുണ്ടെങ്കിൽ ഈ കരാർ ഞങ്ങൾ പുനഃപരിശോധിക്കും എന്ന് നിങ്ങൾ അന്ന് പ്രഖ്യാപിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? പറയാത്തതിന്റെ കാരണം പാർട്ടി പറഞ്ഞിട്ടുണ്ട്. 1986 ബീജാവാപം ചെയ്തിട്ടുള്ള ഈ ആശയം 1990 ഇവിടെ LDFന്റെ ഗവൺമെന്റ് അതിനുവേണ്ടി കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ള ഒരു ആശയം 30 കൊല്ലക്കാലമായിട്ട് നടപ്പാക്കപ്പെടുന്നില്ല. ഇനി ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന് വീണ്ടും ഇതിന് അഴിമതി അന്വേഷിച്ച് ഒരു പുതിയ വിഭാഗത്തിൽ അഴിമതി അന്വേഷിച്ചു നിങ്ങൾ വന്നതിന് ശേഷമാണ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ നിശ്ചയിച്ചത്. ആ കമ്മീഷൻ അഴിമതി അന്വേഷിച്ചു, അഴിമതി ഇല്ല എന്ന് കണ്ടെത്തി. ഞാൻ ചോദിക്കുന്നത് അതല്ല, ഇത് സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കരാറാണെങ്കിൽ ഞങ്ങൾ ഈ കരാർ പുനഃപരിശോധിക്കുമെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ പുനഃപരിശോധിക്കില്ലെന്ന് പറഞ്ഞു. എപ്പോ ഗവൺമെന്റ് ഞാൻ പറഞ്ഞല്ലോ 2016 ജനുവരി 1 ഞങ്ങളുടെ ഗവൺമെന്റ് വന്നിട്ടില്ല. അന്ന് തിരുവനന്തപുരത്ത് നിങ്ങളെല്ലാം പങ്കെടുത്തതാണല്ലോ. ഞങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരിയും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയും ഐസക്കും പങ്കെടുത്ത് പത്രസമ്മേളനം നടത്തി. എന്തിനാ? ഞങ്ങളുടെ ഗവൺമെന്റ് വന്നാൽ ഇത് അന്വേഷിച്ച് ഇതിലെ കാര്യങ്ങളെല്ലാം വെളിവാക്കാൻ ഞങ്ങൾ ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വിഴിഞ്ഞം ഈ കേരളത്തിലൊരു സ്വപ്ന പദ്ധതിയാണ്, എത്രയും വേഗത്തിൽ നടപ്പാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കുകയാണ് ഞങ്ങളുടെ ഗവൺമെന്റ് വന്നാൽ ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ പത്രസമ്മേളനം വഴി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് വിഴിഞ്ഞം പദ്ധതിയെ ഇനിയും താമസിപ്പിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. വിഴിഞ്ഞം പദ്ധതിക്കെതിരെ നിൽക്കുന്ന ഒരുപാട് ലോബികളുണ്ട്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും കേരളത്തോട് താല്പര്യമുള്ള ആളുകൾ ഈ പദ്ധതി എത്രയും വേഗത്തിൽ അതായത് ഒരു പദ്ധതി സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണ്, അതൊരു അഴിമതി പദ്ധതിയാണ്, അതിൽ അദാനി ഇൻവോൾവ് ആവുന്നതോടെ അഴിമതി പദ്ധതിയാണെങ്കിലും പദ്ധതി നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ളതായിരുന്നു നിങ്ങളുടെ നിലപാട്. അതെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ നിലപാട് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇന്ന് മുഖ്യമന്ത്രി ട്രയൽ റൺ 4 മാസക്കാലം ഒരു നിമിഷം പ്രകാശ് മാസ്റ്റർ, അതായത് ഇന്ന് മുഖ്യമന്ത്രി ട്രയൽ റൺ നിർവഹിച്ച വിഴിഞ്ഞം എന്ന ചരിത്ര പദ്ധതി ഒരു അഴിമതി പദ്ധതിയാണ് എന്ന് നിങ്ങൾ ഇപ്പോഴും സമ്മതിക്കുന്നു? അതിന്റെ ടെൻഡർ ആ പദ്ധതി നിങ്ങൾ പദ്ധതിക്ക് ആകെയുള്ള എതിരായിട്ടുള്ള വികാരം എന്നുള്ളതല്ല പറയേണ്ടത്. നിങ്ങൾ ആ പദ്ധതിക്ക് ടെൻഡർ ഇപ്പോ ഞങ്ങൾ മാത്രമല്ലോ, അന്ന് വയലാർ പറഞ്ഞ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടല്ലോ. അദ്ദേഹം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞ അല്ല സുധീർ വി എം സുധീരൻ അത് പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ ഇത് അദാനി പോർട്സിന് കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്യായമായ കാര്യം നടന്നു എന്ന കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. എന്നാൽ അത് വെച്ചുകൊണ്ട് പദ്ധതിയെ തടസ്സപ്പെടുത്തുക എന്നൊരു നിലപാടല്ല ഉണ്ടാവേണ്ടത് എന്നുള്ളതുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പരിപാടി നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കോവിഡും അതുപോലെ പ്രളയവും ഓക്കിയും എല്ലാം ഉണ്ടായിട്ടും വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് 9 കൊല്ലക്കാലം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2023 ആദ്യത്തെ കപ്പൽ വന്നപ്പോൾ എന്താ ഇവിടെ UDF സ്വീകരിച്ച നിലപാട്? എന്തൊരു പരിഹാസമായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിച്ച ഒരു നിലപാട് വിഴിഞ്ഞം പദ്ധതി തടയുന്നതിന് വേണ്ടിയിട്ട് പദ്ധതിക്ക് പോകുന്ന പ്രവർത്തനം തടയാനല്ലേ അന്ന് UDFിന് ആളുകൾ ഈ പറയുന്ന അരമനക്കാരെയും അതുപോലെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് ശ്രമിച്ചത്? ആർക്കറിയാതിരിക്കുന്നത്? ഇവിടെ കേരളത്തിൽ അതിൽ മാത്രമല്ല, ഇപ്പൊ കേരളയിൽ പദ്ധതിയോട് വിയോജിപ്പുണ്ടാവും. പക്ഷെ അതിനെ നാട്ടുന്ന കല്ല് പൊരിച്ചിട്ട് പറിച്ചെടുത്തിട്ടൊരു സമരം അതെങ്ങനെയാ സാധിക്കുക? അതല്ലേ നടത്തിയത് കോൺഗ്രസ്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ക്യാമറ വന്നു, ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു അപകടത്തിൽ നിന്ന്. എന്താ കോൺഗ്രസ് നടത്തിയ സമരം? പ്രവർത്തിക്കുന്നുണ്ടോ? എന്താ സംശയം നിങ്ങൾക്ക്? എന്റെ കാറിൽ ഇന്ന് വന്നു അതിന്റെ ഫൈന് എന്റെ കാറിൽ എന്താ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക്? കാര്യങ്ങളിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരള വിരുദ്ധമായ നിലപാട് അതാ സ്വീകരിക്കുന്ന UDF. അതാ പ്രശ്നം. ശരി, ശ്രീ KM അഭിജിത്ത്, ഇവിടെ ഈ പദ്ധതിയിൽ അഴിമതിയുണ്ട് എന്ന് LDF മാത്രമല്ല ആരോപിച്ചിട്ടുള്ളത്. ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷന് മുമ്പിൽ ചില ആളുകൾ പരാതിയുമായി എത്തി. കാരണം ഈ കരാറിൻ്റെ വ്യവസ്ഥകൾ തന്നെ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണ്. ആദ്യത്തെ 20 വർഷം ഒരു നയാ പൈസ പോലും സംസ്ഥാനത്തെ ഖജനാവിലേക്ക് വരില്ല. എവിടെയാ 5000-6000 കോടി രൂപ സംസ്ഥാനം മുടക്കിയ ഒരു പദ്ധതിയിൽ 20 കൊല്ലം നമ്മൾ നോക്കി നിൽക്കണം. അടുത്ത 20 കൊല്ലം 1% ലാഭം കിട്ടും. ഈ പദ്ധതിയിൽ മൊത്തം 40 കൊല്ലം എന്ത് ലാഭം കിട്ടുമെന്ന് നമുക്ക് അറിയില്ല. കാരണം വല്ലാർപാടം എന്നൊരു വലിയ പദ്ധതിയുടെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്.
അപ്പോൾ ഇത്രയും നമ്മൾ 5000 കോടിയിലധികം ചെലവഴിക്കുന്ന ഒരു പദ്ധതിയിൽ 40 കൊല്ലത്തേക്ക് നയാ പൈസ കിട്ടാത്ത ഒരു പദ്ധതി സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണെന്ന ആരോപണം അന്നേ ഉണ്ടായിരുന്നു. ഈ ക്രെഡിറ്റ് ഏറ്റെടുക്കുമ്പോൾ ഈ പദ്ധതിയുടെ മെറിറ്റ് നിങ്ങൾ ചർച്ച ചെയ്യുമോ അഭിജിത്ത്? ഈ പദ്ധതി 40 കൊല്ലം സംസ്ഥാനത്തിന് എന്ത് തരും? അല്ല, തീർച്ചയായിട്ടും അജിംസ്, ഒന്ന് വലിയ ഒരു വൻകിട പദ്ധതികളെല്ലാം ദീർഘകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ ചർച്ചകൾ നടത്തിയിട്ടാണല്ലോ നമ്മൾ ഒറ്റയടിക്ക് അതിൻ്റെ എന്താ പറയുക ലാഭവിഹിതം എന്നതിനപ്പുറത്തേക്ക് ഭാവിയിൽ കേരളത്തിന് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയാണ് അത്തരം പദ്ധതികൾ അവതരിപ്പിക്കുന്നത്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് പ്രകാശൻ മാസ്റ്ററുടെ വാദങ്ങളെല്ലാം കേരളത്തിൻ്റെ പൊതുസമൂഹം കേൾക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിൽ എന്തെല്ലാം വികസനങ്ങൾ കേരളത്തിലും ലോകത്തും വന്നിട്ടുണ്ടോ അതിനെ എല്ലാം എതിർത്ത ഒരേ ഒരു പാർട്ടിയുടെ പേര് CPIM എന്നാണ് എന്ന് അദ്ദേഹത്തെ സാന്ദർഭികമായി സൂചിപ്പിക്കാം. എന്തായാലും ഞങ്ങൾ ഇന്ന് ഏറെ സന്തോഷിക്കുകയാണ് അജിംസ്. എന്താണെന്നറിയോ, ഈ കേരളത്തിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അങ്ങ് ചോദിച്ചതാ ഇന്ന് ലാഭമുണ്ടോ എന്ന് ചോദിച്ചാലും വരും തലമുറയ്ക്കടക്കം വലിയ നേട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം. കാരണം പ്രകൃതിദത്തപരമായിട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള, അനന്തമായ സാധ്യതകളുള്ള ഒരു പദ്ധതിയായി വിഴിഞ്ഞം മാറുമ്പോൾ അതിൽ നിന്ന് കേരളത്തിനുണ്ടാകുന്ന നേട്ടം ചെറുതല്ല. ഞാൻ സമ്മതിക്കാം, ഭാവി തലമുറയ്ക്ക് നേട്ടമുണ്ടാകും. ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതേ വായ്ത്താരി തന്നെയായിരുന്നു. കേരളം സിംഗപ്പൂരാകും എന്നായിരുന്നു അന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടായോ? അജിംസ്, നിങ്ങൾ നോക്കൂ, വല്ലാർപാടത്തിന്റെ ചർച്ചകളിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിദത്തപരമായി 24 മീറ്ററോളം താഴ്ചയുള്ള ഏറ്റവും സാധ്യതയുള്ള അത് അന്താരാഷ്ട്ര ടെർമിനലിന്, ഈ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട ടെർമിനലിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് വിഴിഞ്ഞം എന്നുള്ള അനന്തമായ സാധ്യതകൾ ഒരു ഭാഗത്തുണ്ട് എന്നതും ആ സാധ്യതകളെ എല്ലാം പരിശോധിച്ചാണ് വിഴിഞ്ഞം പദ്ധതിയിലേക്ക് കടന്നുപോയതുമെന്നും സാന്ദർഭികമായി അങ്ങേ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ അതിന് വരുന്നതിന് മുൻപ് ഞങ്ങൾ ഇന്ന് ഏറ്റവും വലിയ സന്തോഷത്തിലാണ്. എന്താണെന്നറിയോ, ഞാനതൊന്ന് പ്രകാശൻ മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾക്ക് ചില മറുപടി പറയാതെ പോയാൽ. അഭിജിത്ത്, ഒരു നിമിഷം, നിങ്ങളാണ് ആ കരാർ ഒപ്പിട്ടത്. എത്ര പഠനങ്ങൾ നടന്നിട്ടുണ്ട്? എത്ര പഠനങ്ങൾ ഇതിന്റെ വയബിലിറ്റിയെ കുറിച്ച് പോസിറ്റീവ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്? നോക്കൂ അജിംസ്, ഞാൻ അതിലേക്ക് കൃത്യമായി, നമുക്കറിയാലോ, ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ അതിൻ്റെ DPR വരും. ആ DPR അടക്കമുള്ള കാര്യങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടക്കമുള്ള അപ്രൂവൽ വേണ്ടി വരും. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള അപ്രൂവലും കാര്യങ്ങളും സാധ്യതാ പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടാണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ അത് നടത്തിയത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നതോ ആ ഭാഗത്തേക്കാണ്. അതിനു മുൻപ് ഞങ്ങൾ ഇന്ന് ഏറ്റവും വലിയ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൻ്റെ കാരണം, ഈ പദ്ധതിയെ, വിഴിഞ്ഞം പദ്ധതിയെ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങടക്കം ബഹിഷ്കരിച്ച് ആ വിഴിഞ്ഞം പദ്ധതി 5582 കോടി കേരളത്തിന് വിഹിതമായി നൽകുമ്പോൾ അതിൽ 6000 കോടിയുടെ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ച് ആ വിഴിഞ്ഞം പദ്ധതി തകർക്കാൻ വേണ്ടി മുൻപിൽ നിന്ന, ആ വിഴിഞ്ഞം പദ്ധതിയെ എങ്ങനെയെല്ലാം വിമർശിക്കണം, എങ്ങനെയെല്ലാം ഇല്ലാതാക്കണമെന്ന് നോക്കി നടന്ന CPMന്റെ ഇടതുപക്ഷത്തിന്റെ മുൻപാകെ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ വാക്കുകളുണ്ട്. ആ മനുഷ്യന്റെ ഒരു ഇച്ഛാശക്തിയുണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഒരു നിശ്ചയദാർഢ്യമുണ്ട്. ആ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായി വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകൾ ഞങ്ങളാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. നോക്കൂ, നിങ്ങൾ വിഴിഞ്ഞം പദ്ധതിയിലേക്ക് വരുമ്പോൾ, ഇന്നും ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുമ്പോൾ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അജിംസ്, നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും പേര് പറയുമ്പോൾ ആ ഉമ്മൻചാണ്ടി എന്ന ഈ പദ്ധതിയുടെ നാഥനെ കുറിച്ച് പറയാൻ പോലും തയ്യാറാകാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അല്പത്തരമൊക്കെ കേരളത്തിന്റെ സമൂഹം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് അജിംസ് നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നത്. അവിടെ അധ്യക്ഷനായി സംസാരിച്ച വാസവൻ എന്ന് പറയുന്ന മന്ത്രി അടക്കം പല തെറ്റിദ്ധാരണകളും ഇവിടെ വിളിച്ചു പറയുകയാണ്. അദ്ദേഹം പറയാണ് 96-ൽ നായനാർക്ക് ശേഷമാണ് ഒരു പഠനം നടന്നത്. ഒരു പഠനവും നടന്നിട്ടില്ലെന്നേ. എങ്ങനെയാ ഇതിന്റെ പഠനം? വിഴിഞ്ഞം പദ്ധതിയുമായി അടുത്ത കാലത്ത് കേവലം 30 വർഷത്തിനപ്പുറത്ത് മാത്രമാണ് ഒരു കാഴ്ചപ്പാടും ഈ ചർച്ചയും കൊണ്ടുവരുന്നത്. എപ്പോഴാണ്? ബഹുമാന്യനായ ശ്രീ K. കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട അന്നത്തെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്ത, തുറമുഖ വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത ബഹുമാന്യനായ ശ്രീ MVR അടക്കമുള്ള നേതാക്കളുടെ കൃത്യമായ താല്പര്യത്തിന്റെ ഭാഗമായി അവർ പഠിക്കുകയാണ്. എന്താ പഠിച്ചതെന്ന് അറിയോ നിങ്ങൾ അജിംസ്? ഞാൻ ഇത് ആദ്യം തന്നെ ഇത് പറയാൻ കാര്യം, പ്രകാശൻ മാഷൊക്കെ നല്ലോണം വായനയുള്ള ആളാണ്, തർക്കം ഉണ്ടാവില്ല. അദ്ദേഹം ഒന്ന് ബഹുമാനപ്പെട്ട MVRന്റെ ഒരു ജന്മം എന്ന ആത്മകഥ എടുത്ത് വായിക്കണം. അതിൻ്റെ 379-ാമത്തെ പേജിൽ ഇങ്ങനെയുണ്ട്. ആദ്യത്തെ പാരഗ്രാഫ് മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഇന്ത്യയുടെ 75% ചരക്കും കൈകാര്യം ചെയ്തു വരുന്നത് കൊളംബോ, സിംഗപ്പൂർ, ദുബായ്, സലാല തുറമുഖങ്ങളാണ്. ഇതുമൂലം ഭീമമായ സാമ്പത്തിക നഷ്ടം മാത്രമല്ല സമയദൈർഘ്യവും ഉണ്ടാകുമെന്ന് തുടങ്ങുന്ന ഒരു പാരഗ്രാഫ്. അതിൻ്റെ അടുത്ത മൂന്നാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ വരുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ആശയം മനസ്സിലിട്ട് താലോലിച്ചതും അത് പ്രാവർത്തികമാക്കാനുള്ള പരിപാടികൾക്ക് ആമുഖം കുറിച്ചതും
സർക്കാർ ഖജനാവിൽ പണമില്ലാത്തതിനാൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള തുറമുഖ വികസനത്തിനാണ് പദ്ധതി ഇട്ടത്. അങ്ങനെ 1995 ഒക്ടോബർ 11 ഹൈദരാബാദിലെ കുമാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. നിങ്ങൾ അറിയേണ്ടത്, ഇന്ന് അധ്യക്ഷ പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ തുറമുഖ വകുപ്പ് മന്ത്രി വാസവൻ എന്ന് പറയുന്ന മന്ത്രി അടക്കം കേരളത്തിന്റെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ പേരിനെ പോലും 95-ലുള്ള ആദ്യത്തെ കരാർ പോലും പരാമർശിക്കാതെ കടന്നുപോയ അല്പത്തരവും കേരളം ചർച്ച ചെയ്യുകയാണ്. ശരി, അതേ പാരഗ്രാഫിൽ അതിന്റെ തൊട്ടു താഴെയായി ബഹുമാന്യനായ ശ്രീ MVR മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്നാൽ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം 100 വർഷമെങ്കിലും തുറമുഖം സ്വകാര്യ കമ്പനിയുടെ അധീനതയിലാകുമെന്നാണ് CPM മുഖപത്രമായ ദേശാഭിമാനി പ്രചരിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, 2015 ഡിസംബർ 5 തറക്കല്ലിട്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ദേശാഭിമാനി എഴുതിയത് കടൽ കൊള്ളയെന്നാണെങ്കിൽ 1995 ഒക്ടോബർ മാസം 11 സമാനമായി CPM ഈ പദ്ധതിക്ക് തുരങ്കം വെക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 30 വർഷത്തിലേറെക്കാലമായി വിഴിഞ്ഞം പദ്ധതിക്ക് തുരങ്കം വെക്കുന്ന, അത് കുത്തിത്തിരിപ്പുണ്ടാക്കി ആ പദ്ധതിയെ അട്ടിമറിക്കാൻ മുൻപന്തിയിൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയാണ് CPM. ആ CPM ആണ് ആ പദ്ധതിയെ എല്ലാ കാലത്തും വിമർശിച്ച് ഇല്ലാതാക്കി പദ്ധതി നടപ്പിലാക്കാതിരിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്ത CPM ആണ് ഇന്ന്. ആ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇന്ന് വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള അർഹതയുണ്ടോ എന്ന് നിങ്ങൾ വെറുതെ പരിശോധിച്ചോ? നിങ്ങളൊന്നും ചെയ്തില്ലെന്നൊന്നും ഞങ്ങൾക്ക് വാദമില്ലെന്നേ. ഈ പദ്ധതി ഞങ്ങൾ യാഥാർത്ഥ്യമാക്കുമ്പോൾ ആ യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ വരെ തുരങ്കം വെക്കാൻ നിന്ന ആളുകളാണ് നിങ്ങൾ. ആ നിങ്ങളാണ് 95 മുതൽ നിങ്ങൾ ആരംഭിച്ചതാ. ആ നിങ്ങളാണ് ഇപ്പൊ വലിയ പ്രസംഗം നടത്തുന്നത്. അത് കേൾക്കുന്ന അന്നം തിന്നുന്ന കേരളത്തിന്റെ പൊതുജനം നിങ്ങളുടെ കാപട്യം തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഇനി വരാം, നിങ്ങൾ പ്രകാശ് മാഷ് വലിയ കാര്യത്തിൽ പറയാം ഞങ്ങളാണ് ഇത് ചെയ്ത്. നിങ്ങൾ BOTക്ക് നിങ്ങൾ എതിരായിരുന്നോ? നിങ്ങൾ PPPക്ക് നിങ്ങൾ എതിരായിരുന്നോ? വേണ്ടെന്നേ, സ്വാശ്രയ കോളേജ് അടക്കം നിങ്ങൾ എന്തിനെങ്കിലും അനുകൂലമായിരുന്നു? എല്ലാത്തിനും എതിരല്ലായിരുന്നോ? BOTക്ക് നിങ്ങൾ എതിരായിരുന്നു, PPPക്ക് നിങ്ങൾ എതിരാണ്, സ്വാശ്രയ കോളേജിനടക്കം നിങ്ങൾ എതിരാണ്. നിങ്ങൾ എല്ലാത്തിനും എതിരാണെന്നേ. ആ എതിർപ്പിനെ മറികടന്ന് ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ, ഒരൊറ്റ മനുഷ്യന്റെ പ്രയത്നത്തിന്റെ ഭാഗമായി വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഇപ്പൊ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലേക്ക് അല്പന്മാരായ ഭരണകൂടമാണ് ഭരിക്കുന്നതെന്ന് കേരളം തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ പേരൊന്ന് പരാമർശിക്കാൻ പിണറായി വിജയൻ തയ്യാറാകാഞ്ഞത്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ നേട്ടത്തെക്കുറിച്ചൊന്ന് മറച്ചു വെക്കാൻ പേരിന് പറഞ്ഞ് ഈ പറയുന്ന നിങ്ങളുടെ വാസവൻ മന്ത്രി തയ്യാറായത്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പാഴ്മുറം കാണിച്ച് മറയ്ക്കാമെന്നുള്ള മൗഢ്യധാരണയുണ്ടല്ലോ, ആ CPMന്റെ മൗഢ്യധാരണയെ പൊതുജനം ചവിറ്റുകൊട്ടയിലേക്ക് തള്ളിയിരിക്കുന്നു നിങ്ങൾ തിരിച്ചറിയുക. വിഴിഞ്ഞം എന്ന് പറയുന്ന പദ്ധതിയുടെ പേര് കേൾക്കുമ്പോൾ അതിന്റെ നാഥനായി കേരളത്തിന്റെ മനസാക്ഷിക്ക് മുൻപിലേക്ക് വരുന്നത്, ലോക മനസാക്ഷിക്ക് മുൻപിലേക്ക് വരുന്നത് ഒരേ ഒരു നായകന്റെ മുഖമാണ്. ആ നായകന്റെ പേരാണ് ഉമ്മൻചാണ്ടി. ഇവിടെയാണ് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയം കലർത്തണമെന്ന് ആഗ്രഹിച്ചതല്ല, ഞങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യാനും ആഗ്രഹിച്ചതല്ല. പക്ഷേ നോക്കൂ നിങ്ങൾ, കേരളത്തിന് ഗുണകരമാകുന്ന ഒരു പദ്ധതി വരുമ്പോൾ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളെ തിരസ്കരിക്കുകയാണ്. ആ പ്രതിപക്ഷ നേതാവിനെ പോലും ഈ പരിപാടിയിലേക്ക് വിളിക്കാതെ, മദർഷിപ്പ് വരുമ്പോൾ വലിയ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അദ്ദേഹത്തെ പോലും തിരസ്കരിച്ചത് രാഷ്ട്രീയവൽക്കരിക്കാൻ സങ്കുചിതമായ തീരുമാനമെടുത്ത പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന് കേരളത്തിന്റെ ഒക്കെ ജനം കാണുന്നു. പിന്നെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കട്ടെ, പ്രിയപ്പെട്ട അജിംസ്, പ്രകാശ് മാഷ് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞങ്ങൾ സമരം നടത്തി ഇതിനെ എതിർക്കാൻ വേണ്ടി പോയെന്ന്. പ്രിയപ്പെട്ട പ്രകാശ് മാഷെ, അങ്ങയുടെ അറിവിലേക്ക് പറയാം, ഈ 2015 ഡിസംബർ മാസം 5 ഈ നിർമ്മാണ ഉദ്ഘാടനം നടക്കുമ്പോൾ ഒരു ക്ലോസ് അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്ഥലമേറ്റെടുത്തു, ഇതുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു, അതിന്റെ കൂടെ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. എന്താ ക്ലോസ് എന്നറിയോ നിങ്ങൾക്ക്? 400 ഈ പദ്ധതി വരുന്ന മുറയ്ക്ക് ആ തീരദേശത്തുള്ള, നമുക്കറിയാലോ, നമ്മളൊക്കെ പ്രളയത്തിൽ മുങ്ങിയപ്പോ നമ്മളെ രക്ഷിക്കാൻ കടന്നു വന്നവരാണ് ഈ നാടിന്റെ മത്സ്യത്തൊഴിലാളികൾ, തീരദേശത്തിന്റെ മക്കൾ. അന്ന് നമ്മളൊക്കെ ഭംഗ്യന്തരേണെ പറഞ്ഞു, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം, ഈ നാടിന്റെ സൈന്യമാണെന്ന്. ആ സൈന്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് 2015 ഉമ്മൻചാണ്ടി ഒരു ക്ലോസ് കൂടി വെച്ച് വിഴിഞ്ഞം പദ്ധതിയിൽ 473 കോടി രൂപയുടെ പദ്ധതിയാണ്. ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഏതെങ്കിലും ആളുകൾക്ക്, തീരദേശ മേഖലയിലെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികളടക്കമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അവരുടെ പുനരധിവാസത്തിന് 473 കോടി രൂപ മാറ്റിവെച്ചു. നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഭരണകൂടം അധികാരത്തിലേറി വർഷമിട്ട് കഴിഞ്ഞിട്ടും ആ മനുഷ്യർ സിമന്റ് ഗോഡൌണുകളിൽ താമസിക്കേണ്ടുന്ന ഗതികേട് സംചാരമാകുമ്പോഴാണ് മനുഷ്യർ ജീവിക്കാൻ വേണ്ടി തീരത്തേക്ക് ഇറങ്ങുന്നത്. ആ ജനങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുമെന്ന്, അത് തന്നെയാണ് ഉമ്മൻചാണ്ടി ചേർത്ത്
പിടിച്ചതും ഞങ്ങൾ പറയുന്നത് പോലെ തന്നെയാ. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ തന്നെ അവശത അനുഭവിക്കുന്ന അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കണം. ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസിന്റെയും UDF-ന്റെയും നിലപാട് അത് തന്നെയാണെന്ന് പ്രകാശ് മാഷ് ഓർമ്മപ്പെടുത്തുക. ശ്രീ എ ജോസഫ് വിജയൻ, ഇവിടെ ഒരു പദ്ധതി മുമ്പിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇവിടെയുള്ള തർക്കം അതിൻ്റെ ഉടമസ്ഥനാര്, അതിൻ്റെ പിതാവാര്, മാതാവാര്, ഇത് ആരുടെ കുഞ്ഞാണെന്നുള്ളതൊക്കെയാണ്. അതിൽ എന്താണ് ആ ട്രയൽ റണ്ണിൽ ആളുകളെ പങ്കെടുപ്പിച്ചോ ഇല്ലേ, ഉമ്മൻചാണ്ടിയുടെ പേര് പ്രസംഗത്തിൽ പറഞ്ഞോ ഇല്ലേ എന്നതിനപ്പുറം ഈ പദ്ധതി നല്ലതായതുകൊണ്ടാണല്ലോ ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വരുന്നത്. അപ്പോൾ ഈ പദ്ധതി മൂലമുണ്ടാകുന്ന മറ്റ് ഡീമെറിറ്റ്സ്, മറ്റ് പ്രത്യാഘാതങ്ങൾ, ഇതിനും ഒരു ഉടമസ്ഥൻ വേണ്ടേ? ശ്രീ ജോസഫ് വിജയൻ. കേൾക്കുന്നില്ല. ശ്രീ ജോസഫ് വിജയൻ, ഈ പദ്ധതി നല്ലതായത് കൊണ്ടാണല്ലോ ഇതിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ ഇരു മുന്നണികളും മത്സരിക്കുന്നത്. ഈ പദ്ധതി സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണെന്ന അഭിപ്രായമുണ്ട്. CAG റിപ്പോർട്ടുണ്ട് അത് സംബന്ധിച്ച്. ഇതിൽ അഴിമതി നടന്നു എന്ന അന്വേഷണം നടന്നിട്ടുണ്ട്. ഈ പദ്ധതിക്കെതിരെ പ്രദേശവാസികൾ സമരം ചെയ്തിട്ടുണ്ട്. ഒരു പദ്ധതി നല്ലതാണെങ്കിൽ അതിന്റെ ഉടമസ്ഥരാകും പോലെ തന്നെ ആ പദ്ധതിയുടെ പ്രത്യാഘാതത്തിനും ആ പദ്ധതി സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിലും അതിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ ആളുകൾ വേണ്ടേ? തീർച്ചയായിട്ടും ഈ പദ്ധതി നല്ലതാണോ മോശമാണോ, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമോ, ഈ രാജ്യത്തിന് ഗുണം ചെയ്യുമോ, ഇവിടുത്തെ തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ ലഭിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഈ പദ്ധതിയുടെ ഭാഗമായി ഒരു ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത്. കഴിഞ്ഞ തവണ ഒരു ക്രെയിൻ കൊണ്ടുവന്നപ്പോൾ കഴിഞ്ഞ വർഷം വേറൊരു ഉദ്ഘാടനം നടന്നു. ഇത് രണ്ടാമത്തെ ഉദ്ഘാടനമാണ്. ഇനിയിപ്പോൾ കമ്മീഷനിങ് ഇനി അടുത്ത ഡിസംബറിലോ ജനുവരിയിലോ നടന്നേക്കാം. അപ്പോൾ വീണ്ടും കമ്മീഷനിങ്ങിൻ്റെ ഉദ്ഘാടനം ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കുന്ന വളരെ വ്യാജമായ പ്രസ്താവനകളാണ് കേരള സർക്കാരും അതുപോലെ തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന പ്രതിപക്ഷത്തുള്ളവരും ഒക്കെ പറഞ്ഞു നടക്കുന്നത്. അവിടെയാണ് എനിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം. ഇന്ന് പത്രമാധ്യമങ്ങളിൽ കേരള സർക്കാർ നൽകിയ പരസ്യത്തിൽ പറയുന്ന തലവാചകം ഇന്ത്യയിലെ ഒന്നാമത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലാണ് ഈ വിഴിഞ്ഞത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുവെന്നാണ്. എന്തൊരു പച്ചക്കള്ളമാണത്. കാരണം ഈ കേരളത്തിലാണ് ഇന്ത്യയിലെ ഒന്നാമത്തെ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ 13 വർഷം മുമ്പ് കേരളത്തിലെ വല്ലാർപാടത്താണ് അത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദൻ, ഇവരൊക്കെ പങ്കെടുത്ത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. 13 വർഷമായി. അപ്പോൾ 13 വർഷമായി പ്രവർത്തിക്കുന്ന അന്നും അവിടെ വലിയ സ്വപ്ന പദ്ധതി, നേരത്തെ അജീം സൂചിപ്പിച്ചതുപോലെ സ്വപ്ന പദ്ധതിയാണ്. അപ്പോൾ ഇതിന് രാജ്യത്തെ ഈ കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 13 വർഷം കൊണ്ട് ഈ പദ്ധതി വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ എത്രമാത്രം ആളുകൾക്ക് തൊഴിൽ കൊടുത്തു, എത്രമാത്രം വരുമാനമുണ്ടാക്കി കൊടുത്തു, ഇങ്ങനെയുള്ള കണക്ക് പരിശോധന നടത്തിയിട്ടുണ്ടോ? ഇല്ല. അതുപോലെ വേറൊരു വലിയ വ്യാജ പ്രസ്താവനയാണെന്ന് ചില പത്രമാധ്യമങ്ങൾ തന്നെ പടച്ചുവിട്ടത്. ഇന്ത്യയിലെ ഒരു തുറമുഖത്തും കയറാൻ കഴിയാത്ത ഏറ്റവും വലിയ കപ്പൽ ഇതാ ഇപ്പോൾ വിഴിഞ്ഞത്തെത്തിയിരിക്കുന്നു. എന്തൊരു തെറ്റായ പരസ്യമാണത്, അല്ലെങ്കിൽ വാചകമാണത്. കാരണം ഞാൻ പരിശോധിച്ചപ്പോൾ ഈ ജൂലൈ കഴിഞ്ഞ മാസത്തിൽ വല്ലാർപാടത്ത് വന്നുപോയ കപ്പൽ യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ന് വന്ന കപ്പലിനേക്കാൾ നീളം കൂടിയതാണ്, വലിപ്പം കൂടിയതാണ്, ശേഷി കൂടിയതാണ്. ഇവിടെ ഇപ്പോൾ വന്ന കപ്പലിൻ്റെ നീളമെന്ന് പറയുന്നത് 300 മീറ്ററാണ്. കഴിഞ്ഞ മാസം വന്നിട്ട് പോയ MSC അറോറ എന്ന് പറയുന്ന കണ്ടെയ്നർ വെസൽ, അതിൻ്റെ നീളം 365 മീറ്ററാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയും ഇവിടെ മനുഷ്യരെ വിഡ്ഢികളാക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൗതുക കാഴ്ചയാണ്. ആദ്യമായിട്ട് അവർ നമ്മുടെ നാട്ടിൽ ഒരു കപ്പലുകൾ വരുന്നത് കാണാൻ സാധിക്കുന്നു നേരിട്ട്. കൊച്ചിയിലെ ആളുകൾക്ക് ഇത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് അവർ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് ആ കൗതുകമൊക്കെ അവസാനിച്ചു. ഇപ്പോൾ ആ പദ്ധതി കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി എന്നുള്ള കാര്യത്തിലാണ് അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ പോലും ആ പദ്ധതിയുടെ പേരിൽ അവകാശവാദങ്ങൾ ഇപ്പോൾ ആരും പറയുന്നില്ല. തെരഞ്ഞെടുപ്പിലൊന്നും അത് വല്ലാർപാടം ഒരു കാര്യമേ അല്ല. കാരണം അത് ജനങ്ങളെ വിഡ്ഢികളാക്കിയ ഒരു പദ്ധതി എന്നുള്ള നിലയിലാണ് പലരും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പദ്ധതിയെക്കുറിച്ച് ഇവിടെ നേരത്തെ അജീംസ് ഇതിൻ്റെ ജുഡീഷ്യൽ അന്വേഷണത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും സംസാരിച്ചു. എനിക്ക് അതിലും ചില കാര്യങ്ങൾ, വസ്തുതകൾ പറയാനുണ്ട്.
കാരണം ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ മുമ്പാകെ പോയി പിണറായി വിജയൻ പറഞ്ഞ അഴിമതിയുടെ കാര്യം ശരിയാണെന്ന് പോയി നേരിട്ട് വാദിച്ച ഒരാളാണ് ഞാൻ അവിടെ പോയി തെളിവ് കൊടുത്തതാണ്. അന്ന് ഞാൻ തെളിവുകളും വാദങ്ങളും നിരത്തുമ്പോൾ എൻ്റെ വാദങ്ങൾ, അഭിപ്രായങ്ങൾ ദേശാഭിമാനി പത്രത്തിൽ വലിയ അക്ഷരത്തിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് പല കാര്യങ്ങൾ. അജിംസ് പറയുന്നത് പോലെ ആ കമ്മീഷൻ അഴിമതി ഇല്ല എന്ന് കണ്ടെത്തിയിട്ടില്ല. മറിച്ച് ക്രമക്കേടുകൾ, കോടികളുടെ ക്രമക്കേടുകളുണ്ട്, നിയമത്തിനും ചട്ടങ്ങൾക്കും വിരുദ്ധമായ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന്മേൽ അന്വേഷണം നടത്തണം. പക്ഷേ ഉമ്മൻചാണ്ടി നേരിട്ട് അഴിമതി നടത്തിയതായി തെളിവില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം കേരള സർക്കാർ, പിണറായി സർക്കാർ എന്താ ചെയ്തത്? അത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അഭിപ്രായത്തിന് വിട്ടു. അഡ്വക്കേറ്റ് ജനറലാണ് പറഞ്ഞത്, കേരള സർക്കാർ മന്ത്രിസഭയോട് ആവശ്യപ്പെട്ടു ഇതിന്മേൽ ഒരു വിജിലൻസ് അന്വേഷണം നടത്തണം. വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് നമുക്കറിയാം അഴിമതി അന്വേഷണം. ഈ അഴിമതി അന്വേഷണം നടത്താൻ പോകുന്നതിന് ഉത്തരവിട്ട കാര്യം കേരള ഹൈക്കോടതിയിൽ ഒരു കേസിൻ്റെ വാദത്തിൻ്റെ ഇടയിൽ MK സലീം നൽകിയ കേസിൽ കേരള അഡ്വക്കേറ്റ് ജനറൽ തന്നെ പറയുകയും ചെയ്തു, അഴിമതി അന്വേഷിക്കാൻ ഞങ്ങൾ ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ആ കേസ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അഴിമതി അന്വേഷിക്കാൻ ഉത്തരവിട്ടെങ്കിലും പിണറായി വിജയൻ്റെ സർക്കാർ അഴിമതി അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തിയിട്ടില്ല. അന്വേഷണം നടത്തണമെങ്കിൽ അദാനിയെയും ഉമ്മൻചാണ്ടിയെയും അന്ന് മന്ത്രിയായിരുന്ന K. ബാബു ഇവരെയൊക്കെ ചോദ്യം ചെയ്യണമായിരുന്നു. അങ്ങനെയൊന്നും ഒരു ചോദ്യം നടന്നില്ല. ആ കേസ്, വിജിലൻസ് അന്വേഷണം ക്ലോസ് ചെയ്തു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയുടെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് ഈ നടന്നതെന്നാണ് ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ. അഴിമതി എന്ന് പറയുമ്പോൾ വളരെ വലിയ ക്രമക്കേടുകളാണ് നടന്നതെന്നുള്ളതാണ് CAGയുടെ കണ്ടെത്തലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവിട്ടത് ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന്. മാത്രമല്ല, ഇതിലെ ഏറ്റവും വലിയൊരു ക്രമക്കേടായി പറഞ്ഞ് രാജ്യത്തെ എല്ലാ തുറമുഖങ്ങളും സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് നൽകുമ്പോൾ, കമ്പനികൾക്ക് നൽകുമ്പോൾ പരമാവധി കൊടുക്കുന്നത് 30 വർഷത്തേക്കാണ്. പക്ഷേ ഈ വിഴിഞ്ഞം കൊടുത്തിരിക്കുന്നത്, അദാനിക്ക് കൊടുത്തത് 40 വർഷത്തേക്കാണ്. ഇതാണ് ഏറ്റവും വലിയ ഒരു ക്രമക്കേട്. ഈ 10 വർഷം അധികമായി നൽകിയതിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ മാർഗനിർദ്ദേശത്തിന് വിരുദ്ധമായി 10 വർഷം അധികമായി സൗജന്യമായി അദാനിക്ക് നൽകിയതിലൂടെ മാത്രം അദാനിക്ക് ഏതാണ്ട് 10,000-ലധികം കോടി രൂപയുടെ അധിക ലാഭമുണ്ടാകും, അല്ലെങ്കിൽ വരുമാനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കേരള സർക്കാർ ഇപ്പോൾ അദാനിക്ക് ധാരാളം പണം കൊടുക്കാനുണ്ട്. ഈ 5,000-ലധികം കോടിയുടെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് കേരള സർക്കാരാണ്. അപ്പോൾ കേരള സർക്കാർ ഈ പണം കടം കൊടുക്കാനായിട്ട് കൊടുക്കാൻ വകയില്ലാതെ വിഷമിക്കുകയാണ്. അവരിപ്പോൾ നബാർഡിൽ നിന്ന് വായ്പ എടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, അദാനിക്ക് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ അദാനിക്ക് ഒരു വലിയ സൗജന്യം കൂടി കൊടുത്തിരിക്കുന്നു. 40 വർഷം എന്നുള്ളത് 5 വർഷം കൂടി വീണ്ടും കൂട്ടിക്കൊടുത്തിരിക്കുകയാണ്. 40 എക്സ്റ്റെൻഡബിൾ ബൈ 20 60 years എന്നുള്ളത് ഇനിയിപ്പോൾ 65 വർഷം ആവുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള അഴിമതി, തെറ്റായ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് അദാനിക്ക് വേണ്ടി. ഈ അദാനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതിലൂടെ അദാനിക്ക് വലിയ സൗജന്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടത് സർക്കാർ ചെയ്യുന്നത്. ഇവിടെ അഭിജിത്തിനെ പോലുള്ള ഒരു കാര്യം ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം ഏറ്റവും അധികം വിമർശിക്കുന്നത് പാർലമെൻറ്റിലെ പ്രസംഗങ്ങളിലൂടെ ഇന്ത്യയിലെ അദാനിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്യുന്ന തെറ്റായ അഴിമതിയുടെ കാര്യങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഈ അദാനിക്ക് വേണ്ടി കേരളത്തിലെ സർക്കാർ, അത് ഇടത് സർക്കാരാകട്ടെ വലത് സർക്കാരാകട്ടെ, ചെയ്തു കൊടുത്തിട്ടുള്ള അഴിമതി നിറഞ്ഞ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ, തെറ്റായ അദാനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള നടപടികളിലേക്ക് എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പദ്ധതി എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് ഇത് രാജ്യത്തിനും രാജ്യത്തിലുപരി സംസ്ഥാനത്തിനാണ് ഏറ്റവും വലിയ. ഇത് സംസ്ഥാന പദ്ധതിയാണ്, വല്ലാർപാടം കേന്ദ്ര പദ്ധതി. അപ്പോൾ അവിടെ നഷ്ടം കൊണ്ട് അവിടെ ഉദ്ദേശിച്ച ലാഭം കിട്ടുന്നില്ല. കേന്ദ്ര സർക്കാരിന് അവിടുത്തെ വരുമാനത്തിൻ്റെ 33% ദുബായ് പോർട്സ് ആദ്യത്തെ വർഷം മുതൽ കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ 15 വർഷം ഒരു പൈസ പോലും കേരള സർക്കാരിന് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ കേരള സർക്കാർ ഇപ്പം നബാർഡ് കൊടുത്തിരിക്കുന്ന ലോണിൽ വച്ചിരിക്കുന്ന വ്യവസ്ഥ തന്നെ ആലോചിച്ച് നോക്കുക. നബാർഡിന് പോലും കേരള സർക്കാരിന് വിശ്വാസമില്ല, വായ്പ തരാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾ വായ്പ തരണമെങ്കിൽ നിങ്ങൾ ആ വായ്പയുടെ പലിശ, തിരിച്ചടവ് തുക
അത് തരുമെന്നുള്ളത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താമെന്ന കരാറിൽ ഒപ്പിട്ടാൽ മാത്രമേ പണം നൽകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന കേരളത്തിൻ്റെ ബഡ്ജറ്റുകളിൽ ഇപ്പോൾ തന്നെ ഒരു വലിയ ബാധ്യത വന്നു കഴിഞ്ഞു. ഇത് ഏത് ഗവൺമെൻറ്റിന് നാളെ അധികാരത്തിൽ വന്നാലും 150 കോടി രൂപ ആദ്യത്തെ 3 വർഷം പലിശ കൊടുക്കണം. പലിശ മാത്രം. 3 വർഷം കഴിഞ്ഞ് മുതലിൻ്റെ തിരിച്ചടവും പലിശയും കൂടി തുടങ്ങും. അപ്പോൾ അത് വീണ്ടും തുക വർദ്ധിക്കും. ഈ ബാധ്യതയെല്ലാം കേരള സമൂഹം ഏറ്റെടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? അദാനിക്ക് ലാഭമുണ്ടാക്കാനുള്ള ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുഴുവൻ ബാധ്യതയും എന്തിന് കേരളം വഹിക്കണം? എന്തിന് തിരുവനന്തപുരത്ത് ഈ പദ്ധതി വരുന്നത് കൊണ്ട് എന്ത് നേട്ടം ആർക്കാണ് ഉണ്ടാകുക? ഇത് തിരുവനന്തപുരത്തെ തീരദേശത്ത് ജീവിക്കുന്ന 10,000-കണക്കിന് മീൻപിടുത്തക്കാരുടെ തൊഴിലും അവരുടെ തീരങ്ങളും അവരുടെ വാസസ്ഥലങ്ങളും അവരുടെ തൊഴിലിടങ്ങളും എല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണിതെന്ന് മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. അത് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇത് തിരിച്ചറിഞ്ഞ കാര്യമാണ്. ഇതിനെക്കുറിച്ച് കേരള സർക്കാർ ഒരു പഠനത്തിന് അന്വേഷണമിട്ടല്ലോ, അന്വേഷണ കമ്മീഷനെ വെച്ചല്ലോ, കുടാലെ കമ്മിറ്റി എന്ന് പറയുന്നുണ്ട്. തീരം നഷ്ടപ്പെട്ടത് ഈ പദ്ധതി മൂലമാണോ? 1 വർഷത്തിലേറെയായി ആ പദ്ധതിയുടെ ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് കയ്യിൽ വച്ചിട്ട് കേരള സർക്കാർ അത് പുറത്തുവിടുന്നില്ല. കേരള സർക്കാർ ഈ കാര്യത്തിൽ ഈ വീടുകൾ നഷ്ടപ്പെട്ട വലിയതുറയിലെയും ശംഖുമുഖത്തെയും ഭീമാപള്ളിയിലെയും 125 കുടുംബങ്ങൾ കേരള ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ആ ഹർജിയിൽ അവരാവശ്യപ്പെട്ടു ഈ റിപ്പോർട്ട് തരൂ, ഈ റിപ്പോർട്ടിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കണ്ടേ? ആ റിപ്പോർട്ട് അപ്പോൾ കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും കേരള സർക്കാർ കൊടുക്കുന്നില്ല. കൊടുക്കാതിരുന്നിട്ട് സീൽ വെച്ച കവറിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആ കവറിനകത്ത് അപ്പോൾ അതിനെക്കുറിച്ച് ജഡ്ജി നടത്തിയിരിക്കുന്ന ആ ഉത്തരവിൽ പറയുന്നുണ്ട് ഇതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഞാനിതിപ്പോൾ പുറത്തുവിടുന്നില്ല സംസ്ഥാനത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്നാണ് അദ്ദേഹം പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ വിഴിഞ്ഞം. അതിനി നമ്മൾ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ പാടുന്ന ആളുകളൊക്കെ നാളെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പേരിൽ ജനങ്ങളോട് മാപ്പ് ചോദിക്കേണ്ടി വരും എന്ന് തന്നെയാണ്. ശരി ജോസഫ് വിജയൻ. ശ്രീപ്രകാശ് മാസ്റ്റർ, പിണറായി വിജയൻ 2016 മുമ്പ് ഈ പദ്ധതിയെക്കുറിച്ച് ഉന്നയിച്ച അഴിമതി ആരോപണത്തിൻ്റെ വസ്തുത, ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ വസ്തുത ഇവിടെ ജോസഫ് വിജയൻ ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ ഇത് ഉമ്മൻചാണ്ടി ഒപ്പിട്ടത് കൊണ്ട് മാത്രം അടുത്ത സർക്കാർ എന്ന നിലയിൽ ഞങ്ങളിത് ക്യാരി ഓവർ ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ അങ്ങനെ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ആ പദ്ധതിക്ക് വീണ്ടും ആനുകൂല്യങ്ങൾ നൽകുന്നു, അവരുടെ പദ്ധതി കാലാവധി നീട്ടി നൽകുന്നു എന്ന് മാത്രമല്ല, കരൺ അദാനി AKG സെൻറ്ററിൽ വന്ന് CPM നേതാക്കളെ കാണുന്നു. അതിലൊക്കെ ഒരു അസ്വാഭാവികതയുണ്ട്. ഈ നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ ഉമ്മൻചാണ്ടി കൈകൊണ്ട് പണം വാങ്ങിയോ ഇല്ലേ എന്നുള്ള തർക്കത്തിനപ്പുറം കരൺ അദാനി AKG സെൻറ്ററിൽ വന്ന് CPM നേതാക്കളെ കാണുന്നത് എന്തിനാണ്, കണ്ടത് എന്തിനാണ്? അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ആ പദ്ധതിക്ക് ഈ സർക്കാർ ആനുകൂല്യം നൽകില്ലേ? ഇതിൽ ഈ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വരുമ്പോൾ സ്വന്തമായി ഒരു തുറമുഖത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റോ ഇല്ലാത്ത ആളായിരുന്നു ഈ അദാനി. ഇന്ന് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും സ്വന്തമായിട്ട് പോർട്ടുള്ള ഒരു മുതലാളിയാണ് അദാനി എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിന് നയമാറ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തുള്ള തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ ഇവയെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് വിറ്റുതുലക്കാൻ ആവശ്യമായ തീരുമാനം ആരംഭിച്ചത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. അത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദി ഗവൺമെൻറ്. BJPക്കും അതുപോലെ കോൺഗ്രസിനും ഇതിൽ ഉത്തരവാദിത്വം ഇല്ലേ? ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും NH, ഈ BOT, PPP എന്നെല്ലാമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നയപരമായ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടിയെ CPIM. ഈ കേരളത്തിൽ ഞങ്ങളുടെ ഗവൺമെൻറ് നേരത്തെ വന്നപ്പോൾ NH വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് അനുവദിക്കാനാവില്ല നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ഫലം എന്തായിരുന്നു? ഈ കേരളത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ പൈസയും തരില്ല എന്നൊരു നിലപാടല്ലേ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്? സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ അധികാരം വളരെ പരിമിതമാണ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ അദാനിക്ക് പോർട്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആക്ഷേപവും ഞങ്ങൾ അക്കാര്യത്തിൽ അന്ന് വ്യക്തമാക്കിയിട്ട് നമ്മുടെ നിലപാട് അഴിമതി ഉണ്ടായിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ് കമ്മീഷൻ റിപ്പോർട്ടിനകത്തും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇതിപ്പോൾ ഉമ്മൻചാണ്ടി ആരംഭിച്ച പദ്ധതി എന്ന് പറഞ്ഞാൽ 2014 ഈ പദ്ധതി ആരംഭിച്ചത് എന്നല്ലേ ഇവിടെ ഇപ്പോൾ അഭിജിത്ത് പറയുന്നത് കേട്ട് തോന്നുക. 96 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുന്നതിന് ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് നാനാർ ഗവൺമെൻറ്. ആ കമ്മിറ്റിയുടെ പേരാണ് കുമാർ ഗ്രൂപ്പ്, അല്ലാതെ അവരുമായിട്ട് എഗ്രിമെൻ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിനുശേഷം ഇവിടെ ഒരു കമ്പനിക്ക് ടെൻഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2 തവണ തടസ്സപ്പെടാം. ഒന്ന് 2010 ജയറാം രമേശ് മന്ത്രിയായ സമയത്ത്
പാരിസ്ഥിതിക അനുമതി നിഷേധിച്ചു. ഈ പദ്ധതിക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? 2014 പിതാവെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? ആന്റണി മന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ പിന്നെ ഒരു ഏൽപ്പിച്ചിരിക്കുന്ന കമ്പനിയിൽ ചൈനീസ് കമ്പനി പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ഈ ടെൻഡർ നിശ്ചയിച്ച ആളുകൾക്ക് അയോഗ്യത ഏൽപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റ്. അത് 2014 എത്ര മുമ്പാ? അപ്പോൾ പിന്നെ എങ്ങനെയായി ഉമ്മൻചാണ്ടിയാണ് പിതാവെന്ന് പറയുക? ഇവിടെ നായനാർ ഗവൺമെന്റ്, VS ഗവൺമെന്റ്, ആന്റണി ഗവൺമെന്റ് ഈ കാലത്തെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിന്റെ അനുമതികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് കാണാൻ വേണ്ടി 11 ടേംസ് ഓഫ് റെഫറൻസ് അംഗീകരിക്കുന്നു, 13 ഡ്രാഫ്റ്റ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അംഗീകരിക്കുന്നു, 13 ആഗസ്റ്റ് 24 പരിസ്ഥിതി അനുമതി കിട്ടുന്നു, 14 ജനുവരി 23 കേന്ദ്ര ജയറാം രമേശ് മന്ത്രിയായിരിക്കുമ്പോൾ തന്നെയാണ് ഈ അനുമതി നിഷേധിച്ചു എന്ന് പറയുന്നത്. ജയറാം രമേശ് മന്ത്രിയായിരിക്കുമ്പോൾ തന്നെയാണ് ഈ അനുമതി ലഭിക്കുന്നത്. നിഷേധിച്ചു അദ്ദേഹം തന്നെയാണ്. അപ്പൊ ഒരു പരിസ്ഥിതി പഠനത്തിൽ അനുമതി നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ട്. അവിടെ പാരിസ്ഥിതിക ആഘാതം ഉണ്ട്. ഒരു നിമിഷം പ്രകാശ് മാസ്റ്റർ, അവിടെ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകും എന്ന് ജയറാം രമേശിന് തോന്നി. ആ തോന്നൽ ശരിയാണ് എന്നല്ലേ? ഇപ്പോൾ അവിടെ നിങ്ങളൊരു പഠിക്കുന്ന ഒരാളെ വെച്ചല്ലോ. ആ റിപ്പോർട്ടിനെ കുറിച്ചാണ് ജോസഫ് വിജയൻ ചോദിച്ചത്. ആ റിപ്പോർട്ട് എവിടെ? അല്ല, ഞാൻ പറയുന്നത് ഇവിടെ ഇന്നത്തെ ചർച്ച ഇതിന്റെ പിന്നെ പിതാവാരാണെന്നാണല്ലോ. ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. പദ്ധതിയുടെ പിതാവാരാണെന്നുള്ള ചോദ്യത്തോടൊപ്പം തന്നെ പ്രകാശ് മാസ്റ്റർ, ഈ പദ്ധതി ഉണ്ടാക്കുന്ന പ്രശ്നത്തിനും പിതൃത്വം ഉണ്ടാകണം. അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയ പോയിന്റ്. പദ്ധതിക്ക് മാത്രം പിതാവ് ഉണ്ടായ പോരാ, പദ്ധതി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പിതാവ് ഉണ്ടാകണം. ഏതൊരു പദ്ധതി, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഏതൊരു പദ്ധതിക്കും പ്രത്യാഘാതം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ കാർ ഉപയോഗിക്കുന്നു, പ്രത്യാഘാതമില്ലേ? എത്ര വലിയ പരിസ്ഥിതി മലിനീകരണ കാർ ഉണ്ടാക്കുന്നത്? റോഡ് ഉണ്ടാക്കുന്നു. റോഡ് ഉണ്ടാകുമ്പോൾ അവിടെ സൈഡിൽ താമസിക്കുന്ന ആളുകളുടെ വീട് നഷ്ടപ്പെടുന്നു, ഉപയോഗം നഷ്ടപ്പെടുന്നു, കൃഷി നഷ്ടപ്പെടുന്നു. പ്രത്യേകത ഉണ്ടാവില്ലേ? ശാസ്ത്ര സാങ്കേതിക സിദ്ധികൾ ഉപയോഗിച്ചുകൊണ്ട് വികസന പ്രവർത്തനം നടക്കുമ്പോൾ പ്രത്യാഘാതം ഉണ്ടാവും. പൊല്യൂഷൻ ഉണ്ടാവുന്ന പ്രകാശ് മാസ്റ്റർ, ഞാൻ പറയുകയാണ്, ഏത് പോലീസ് ചോദിച്ചാലും ഞാൻ ആ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കാണിക്കില്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ? അല്ല, ഞാനൊന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പദ്ധതികൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രത്യാഘാതങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? അതല്ലേ നിങ്ങളെ ചോദ്യം. പ്രത്യാഘാതങ്ങൾ എല്ലാറ്റിനും ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞത്. ഈ പദ്ധതിക്ക് മാത്രമല്ല, ഒരു കാറിന് മാത്രം ഉടമസ്ഥൻ ഉണ്ടായ പോരാ, കാറ് പുറത്തേക്ക് വിടുന്ന പുകയ്ക്കും ഉടമസ്ഥൻ ഉണ്ടാകണം. അത്രേ ഞാൻ പറഞ്ഞോളൂ. വിഴിഞ്ഞം പദ്ധതി ഉണ്ടാകുന്നതിന് വേണ്ടി നായനാർ ഗവൺമെന്റിന്റെ കാലത്ത് മുതൽ ഏതെല്ലാം ഗവൺമെന്റ് ശ്രമിച്ചുവോ അവർക്കെല്ലാം ആ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രത്യേകത്തിൽ ഉത്തരവാദിത്വം ഉണ്ടാവും. അതിലെന്താ സംശയമുള്ളത്? അതിപ്പോ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് മാത്രമല്ലോ. വിഴിഞ്ഞ സമരം നമ്മുടെ സമീപ ഓർമ്മയിലുള്ള കാര്യമാണല്ലോ പ്രകാശ് മാസ്റ്റർ. വിഴിഞ്ഞ സമരം സമീപ ഓർമ്മയിലുള്ള കാര്യമാണല്ലോ. നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി നമ്മളെ ചർച്ചയിലുണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ട് എവിടെ? ഞാൻ ആ ചർച്ചയിലുണ്ടായിരുന്നല്ലോ. ഓക്കെ, അതിന്റെ റിപ്പോർട്ട് എവിടെ? അല്ല അതില് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. ഗവൺമെന്റ് വരുന്ന കാലത്ത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനരധിവസിപ്പിക്കാൻ ബാക്കിയുള്ള മുഴുവൻ പേരെയും പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് പറയുന്ന ആൾ പുതുതായിട്ട് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഇനിയും കുറച്ച് ആളുകൾക്ക് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ പദ്ധതിയെ തടസ്സപ്പെടുത്താൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന നീക്കങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപകാലത്ത് വികസനവുമായി ഒരു സർക്കാർ ഒരു കരാർ ഒപ്പിട്ടു, അദാനി ആവട്ടെ ആരാവട്ടെ ഒരു കരാർ ഒപ്പിട്ടു, അടുത്ത സർക്കാർ അത് ക്യാരി ഓവർ ചെയ്യണം. ഓക്കെ, അതും നമുക്ക് സമ്മതിക്കാം. കരൺ അദാനി വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നതൊക്കെ നമുക്ക് സ്വാഭാവികമാണ്. കരൺ അദാനി എന്തിനാണ് AK സെന്ററിൽ വന്നത്? അത് AK സെന്റർ വന്ന് എന്താണെന്നുള്ളത് പാർട്ടി നേതാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറയും. ഇപ്പം ഇവിടെ കേരളത്തിൽ നടപ്പാക്കുന്ന ഒരു വലിയ പദ്ധതിയുടെ അതിന്റെ പിന്നെ ഉടമസ്ഥൻ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസിനകത്ത് പോകാൻ പാടില്ല എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? അങ്ങനെ പറയേണ്ട കാര്യം എന്താ? അങ്ങനെയാണെങ്കിൽ പിന്നെ അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകൾക്ക്, അദാനിയെ പോലൊരു കോർപ്പറേറ്റിന് ഒരു അഴിമതി പദ്ധതി ഉമ്മൻചാണ്ടി താളത്തിൽ വെച്ച് നൽകിയത് നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല. അദ്ദേഹം ഈ കരൺ അദാനി വന്ന് പിണറായി വിജയനെ കാണാൻ നമുക്ക് സമ്മതിക്കാം. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാണ്. ഒരു ഓഫീസിനകത്ത് അദാനി പോകുന്നതും അദാനി കൈക്കൂലി കൊടുക്കുന്നതും ഒരുപോലെയാണോ? എന്തൊരു വിചിത്രമായ വാദങ്ങൾ പറയുന്നത്. അല്ല, കൈക്കൂലി എന്തിനാണ് CPM സംസ്ഥാന സെക്രട്ടറിയെ കാണുന്നതെന്നാണ് എന്റെ ചോദ്യം. അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണുന്നു, ഒരു പദ്ധതി ഓൺഗോയിങ് മുഖ്യമന്ത്രിയെ കാണുന്നു, നമുക്ക് സമ്മതിക്കാം. സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചാൽ അദ്ദേഹം നിങ്ങൾ ഒരുപാട് തവണ ചർച്ച നടത്തിയിട്ടുള്ള ഗവൺമെന്റുമായിട്ട്. ഇവിടെ കരിങ്കല്ല് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തവണ ചർച്ച നടന്നല്ലോ ഈ അദാനി പോർട്ടുമായിട്ട് കേരള ഗവൺമെന്റ്. എത്ര തവണ ചർച്ച നടത്തിയിട്ടുണ്ട്?
അത് അന്യായമാണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല, സർക്കാരുമായി ചർച്ച നടത്തുന്നതിനെ കുറിച്ചല്ല എന്റെ ചോദ്യം. പാർട്ടി സെക്രട്ടറിയുമായി ചർച്ച നടത്തുന്നതിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. കേരളം ഭരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണോ? ശരി, അപ്പൊ പാർട്ടിക്ക് അദാനിയുമായ ഒരു പ്രശ്നമില്ല. പാർട്ടി കോൺഗ്രസ് ആണോ? പാർട്ടിക്ക് അദാനിയുമായ ഒരു പ്രശ്നമില്ല. പാർട്ടിക്ക് എന്നാ പിന്നെ അദാനിയെ കണ്ടാലോട് വെടിവെച്ച് കൊല്ലാണ് ചെയ്യാ? അങ്ങനെയല്ല, അല്ലല്ലോ, അങ്ങനെയല്ല, വെടിവെച്ച് കൊല്ലുന്നല്ല. കേരളത്തിലെ ഒരു വൻകിട പദ്ധതി നടപ്പാക്കുന്ന പിന്നെന്താ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് പാർട്ടി സെക്രട്ടറിയെ കരുണാദാനി വന്ന് കാണുന്നതാണ് എന്റെ ചോദ്യം. അത്ര വന്നോ അല്ല അത് വന്നോ, അത് അവിടെ കണ്ടത് എന്തിന് എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ ആദ്യം. എന്നാൽ കാണാൻ പാടില്ലെന്നുള്ള യുക്തിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. കേരളത്തില് CPM നയിക്കുന്ന ഒരു ഗവൺമെന്റ് ഭരിക്കുന്നു, ഒരു വൻകിട പദ്ധതി അദാനി എടുക്കുന്നു. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തില് അവിടെ കേരളത്തിലെ CPM സെക്രട്ടറിയെ കാണുന്നത് ഒരു അന്യായമാണ് നിങ്ങൾ പറയുന്നതിന് അർത്ഥം എന്താ ഞാൻ ചോദിച്ചത്. ചോദിച്ചു തന്നേ ഉള്ളൂ. അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകളുടെ പാർട്ടിയുടെ സമീപനത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, ആർക്കും പ്രശ്നം തോന്നില്ല. ഓക്കെ, ഈ നിങ്ങൾക്ക് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണം എന്നുള്ള പ്രത്യേക കണ്ണുണ്ടെങ്കിൽ അല്ലാതെ ഒരു കുറ്റം അതിൽ ആർക്കും തോന്നില്ല. ശരി, ഒരു മനുഷ്യനും തോന്നില്ല. ശ്രീ കെ എം അഭിജിത്ത്, ഈ പദ്ധതി അദാനിയാണ് നടത്തുന്നത്. അടുത്ത 10-45 വർഷം അദാനിയുടെ കയ്യിലാണ് ഈ പോർട്ട് മാത്രമല്ല 300 ഏക്കർ സ്ഥലവും. ഓക്കെ, അദാനിക്കെതിരെ ഘോരം പ്രസംഗിയാണ് രാഹുൽ ഗാന്ധി. അദാനിയാണ് രാജ്യത്തെ ഊറ്റിയെടുക്കുന്ന ശത്രു, മോദാനി എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. നിങ്ങൾക്ക് മാത്രം അദാനിയോട് അന്ന് പ്രശ്നമില്ലാത്ത പോട്ടെ, അന്ന് രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ ഇങ്ങനെ ഒരു പോർമുഖം തുറന്നിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് അദാനിക്കെതിരെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയം ശരിക്കും? അല്ല ശ്രീ അജിംസ്, അതിനു മുൻപ് 2 കാര്യങ്ങൾ. പ്രകാശൻ മാസ്റ്റർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ക്യാപ്സ്യൂളുകളിൽ വലിയ തെറ്റുണ്ട് എന്ന് അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയാണ്. മാഷെ, നിങ്ങൾ വീണ്ടും പറയുന്നത് 96-ൽ നായനാർ വന്നതിന് ശേഷമാണ് ഇതുപോലൊരു പഠനത്തിന് കമ്മിറ്റിയെ വെച്ചത്, കുമാർ കമ്മിറ്റി എന്നൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്യാപ്സ്യൂളുകൾ. ദയവ് ചെയ്ത് ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, നിങ്ങൾ ബഹുമാന്യനായ ശ്രീ MVRന്റെ ഒരു ജന്മം ഒന്ന് വെറുതെ എടുത്ത് വായിച്ചു നോക്കുക, വേണമെങ്കിൽ 379-ാമത്തെ പേജ്. അതിൽ അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിലൊരു കാര്യം കൂടി അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് 96-ന് ശേഷമേ നായനാർ ഗവൺമെന്റ് നേതൃത്വത്തിലാണ് ഒരു കത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു പഠിക്കാൻ സമിതിയെ വെച്ചത് എന്ന് പറയുമ്പോൾ അതിലെ പൊള്ളത്തരത്തെ CPM നിരന്തരമായി തുടരുന്ന ഗീബൽസിയൻ തന്ത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ആ പൊള്ളത്തരത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിലിങ്ങനെ എഴുതി വെക്കുന്നുണ്ട്: CPMന്റെ വികസന വിരുദ്ധ നയം വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലും പ്രകടമായി. വിഴിഞ്ഞത്ത് 2000 കോടി രൂപ ചെലവിട്ട് നടത്തുന്ന തുറമുഖ വികസനത്തിന് CPM എതിരെ നിൽക്കുകയായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് 2 ധാരണാപത്രങ്ങളാണ് വകുപ്പ് മന്ത്രിയായിരുന്ന എന്റെയും ചീഫ് സെക്രട്ടറി R രാമചന്ദ്രൻ നായരുടെയും സാന്നിധ്യത്തിൽ തുറമുഖ സെക്രട്ടറി സി ചന്ദ്രനും കുമാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ SK അഗർവാളും ഒപ്പുവെച്ചത്. ദയവേത് മാഷി ഒന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നായനാർ ഗവൺമെന്റ് ചെയ്തൊരു ഗുണമുണ്ട്, എന്താണെന്നറിയോ? ഈ പഠിക്കാൻ റിപ്പോർട്ട് ധാരണാപത്രമൊക്കെ ഒപ്പുവെച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ കുമാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് തിരുവനന്തപുരത്തെ കുറവങ്കോണത്ത് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ നിഷ്ക്രിയത്വം കൊണ്ട്, നിങ്ങളുടെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ നയത്തിന്റെ ഭാഗമായി BOTക്കും PPPക്കും നിങ്ങൾ എതിരായതുകൊണ്ട്, നിങ്ങളുടെ അലംഭാവം കൊണ്ട് കേരളത്തിന് ആ വിഴിഞ്ഞം പദ്ധതിയുമായി മുമ്പോട്ട് പോകേണ്ട ഒരു കമ്പനി കുമാർ ഗ്രൂപ്പ് ഈ കുറവങ്കോണത്ത് നിന്ന് ഓഫീസും അടച്ച് ഈ നാട് വിട്ടു പോയി എന്നതാണ് നിങ്ങളെ കൊണ്ടുണ്ടായ ഗുണം, അല്ലെങ്കിൽ നായനാർ ഗവൺമെന്റിനെ കൊണ്ടുണ്ടായ ഗുണം. അല്ലാതെ മറ്റെന്താണ് നിങ്ങൾ ചെയ്തു? ഒന്നും ചെയ്തില്ലെന്നേ. നിങ്ങൾ വീണ്ടും ഇന്നലെയും ഇന്നുമായി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി പറയുന്നു, നിങ്ങളുടെ തുറമുഖ വകുപ്പ് മന്ത്രി പറഞ്ഞത് തങ്ങളുടെ കുഞ്ഞാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ വെറുതെ 8 കാലി മമ്മൂ ഞാകണ്ടെന്നേ. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട് ഇത് ആരുടെ കുഞ്ഞാണെന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞ് തന്നെ. അതിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട. 2, ബഹുമാന്യനായ ശ്രീ ജോസഫ് സാറും അതേപോലെ തന്നെ പ്രകാശ് മാഷും ഒക്കെ വീണ്ടും ഇതിലെന്തോ അഴിമതിയുണ്ടെന്ന് പറയുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു മാഷേ, നിങ്ങൾ 9 കൊല്ലമല്ലോ ഈ നാട് ഭരിക്കുന്നു. ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പറയാൻ തയ്യാറാകാതെ അല്പത്തരം കാണിച്ചൊരു മുഖ്യമന്ത്രി കൂടി ഈ നാട്ടിലില്ലേ? എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ നിങ്ങൾ നടപടിയെടുക്കുന്നേ. നോക്കൂ, നിങ്ങൾ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിച്ച പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ ബഹുമാന്യനായ ശ്രീ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയെ ഉണ്ടാക്കി. അതിൽ K മോഹൻദാസ് എന്ന് പറയുന്ന മുൻ ഷിപ്പിംഗ് സെക്രട്ടറിയും PJ മാത്യു എന്ന് പറയുന്ന ഓഡിറ്റ് അക്കൗണ്ട്സിന്റെ ഓഫീസറും ഉണ്ടായി. എന്താ നിങ്ങൾ കൊടുത്ത റിപ്പോർട്ട്? 2018 ഡിസംബർ 24-ാം തീയതി ഈ വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട് യാതൊരു അഴിമതിയോ യാതൊരു അധികാര ദുർവിനിയോഗമോ ഇല്ല എന്നുള്ള റിപ്പോർട്ട് കൊടുത്തു. അല്ലാതെ നിങ്ങൾ സ്ഥാപിക്കുക.
അല്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോ. ഒന്നാമത്തെ കാര്യം. 2, ഇതേപോലെ വിജിലൻസ് അന്വേഷണം നടത്തി. ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണം ക്ലീൻ ഷീറ്റ് കൊടുത്തു. ഇതൊന്നും നിങ്ങൾ കാണാതെ വീണ്ടും പറയുകയാണ് അഴിമതിയുണ്ട്. നിങ്ങൾ ഒന്നെങ്കിൽ CPM-ന്റെ വക്താവ് എന്ന് പറയുമ്പോൾ കഴിവ് കെട്ട മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയാണ് തുടരുന്നത് എന്ന് പറയുക, അല്ലെങ്കിൽ റിപ്പോർട്ടിൽ അഴിമതി ഉണ്ടായിട്ടില്ല എന്ന് പറയുക. അല്ലാതെ രണ്ടും കൂടി ഒന്നിച്ച് നടത്തുമ്പോൾ ആളുകളൊക്കെ ഇത് കാണുകയാണെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. പിന്നീട് ശ്രീ അജിംസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അദാനി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നേ. അദാനി നേരത്തെ സൂചിപ്പിച്ചല്ലോ, നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്ന് 2016 ഇപ്പുറത്താണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒരാളായി അദാനി വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി ഈ രാജ്യത്തെ പൊതുജനത്തിന്റെ ഫണ്ടടക്കം വിനിയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഈ നാടിന്റെ പൊതുസ്വത്തടക്കം അദാനിക്ക് കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പറയട്ടെ, ബാങ്കുകൾ, LIC അടക്കമുള്ള സ്ഥാപനങ്ങൾ. പക്ഷേ 2014 ഇങ്ങനെ 40 വർഷം ആ പദ്ധതിയുടെ 65% തുക ഇതെല്ലാം സംസ്ഥാന സർക്കാരാണ് മുടക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ 1991 മുതൽ കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി, നടന്നില്ല. 91, 96 കാലത്ത് റിപ്പോർട്ടുകൾ ഉണ്ടാക്കി, ധാരണാപത്രം ഒപ്പുവെച്ചു. 96-ന്റെയും 2001-ന്റെയും ഇടയിൽ അതിനെയൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റ് അവസാനിപ്പിച്ചു. 2001-ന്റെയും 2006-ന്റെയും ഇടയിൽ വീണ്ടും ആഗോള ടെൻഡർ വിളിക്കുന്നു. പക്ഷേ അന്ന് കേന്ദ്രത്തിന്റെ, പ്രത്യേകിച്ച് പ്രതിരോധ വകുപ്പിന്റെ അംഗീകാരം ലഭിക്കുന്നില്ല. 6-ന്റെയും 11-ന്റെയും ഇടയിൽ സമാനമായ അവസ്ഥ വരുന്നു. വീണ്ടും 11-ന് DPR തയ്യാറാക്കുന്നു, കേന്ദ്ര പാരിസ്ഥിതിക അംഗീകാരം ലഭിക്കുന്നു, കേന്ദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ അംഗീകാരങ്ങളും ലഭിക്കുന്നു. പക്ഷേ ടെൻഡർ എടുക്കാൻ അന്ന് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഞാൻ പറയുന്നു, ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി മുൻകൈ എടുത്തുകൊണ്ടാണ്. ആരെങ്കിലും തയ്യാറാകണമല്ലോ. ഉമ്മൻചാണ്ടിക്ക് തടസ്സം ആ പദ്ധതിക്ക് വേണ്ടി ഒരു ഗ്ലോബൽ ടെൻഡർ വിളിക്കാൻ ഉമ്മൻചാണ്ടിക്ക് ഗ്ലോബൽ ടെൻഡർ വിളിച്ചെന്നേ. ഗ്ലോബൽ ടെൻഡർ വിളിച്ച് ആ ടെൻഡറിൽ പങ്കെടുക്കാനുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഗ്ലോബൽ ടെൻഡർ വിളിക്കുമ്പോൾ DP വേൾഡ് അവിടെ ബിഡ് ചെയ്യുന്നു. നോക്കൂ, വിഴിഞ്ഞം പദ്ധതിയെ തകർക്കാനുള്ള പല ശ്രമങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട്, യാഥാർത്ഥ്യമാണ്. ഞാൻ അങ്ങയോട് നേരത്തെ ഈ ആമുഖമായി തന്നെ സൂചിപ്പിച്ചു, ലോകത്ത് എവിടെയും കാണാത്ത പ്രകൃതിയാൽ സവിശേഷമായ ഇടമാണ് വിഴിഞ്ഞം. അതിന്റെ 24 മീറ്റർ ആഴത്തിലേക്ക് അടക്കം ലോകത്തെ ഏത് വലിയ കപ്പൽ, ഇപ്പോൾ ഏറ്റവും വലിയ കപ്പൽ വന്നു ഞങ്ങൾക്ക് അവകാശവാദമില്ലെന്നേ, അതൊക്കെ നാളുകളിൽ വരും. അതിനെല്ലാമുള്ള സാഹചര്യമുള്ള വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ ജലവുമായി ബന്ധപ്പെട്ട ജലഗതാഗത സംവിധാനത്തിൽ ഏറ്റവും വലിയ സംവിധാനമായി വിഴിഞ്ഞം മാറുമെന്നുള്ള പേടിയിൽ നിന്ന് വിഴിഞ്ഞത്തെ തകർക്കാൻ പല ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിഴിഞ്ഞത്തിന്റെ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുമെന്ന് ഇച്ഛാശക്തിയുള്ള ഭരണാധികാരിയെ ഉമ്മൻചാണ്ടി തീരുമാനിച്ചത്. അതുകൊണ്ട് പ്രകാശ് മാഷോട് വീണ്ടും പറയുന്നു, നിങ്ങൾ എന്തെല്ലാം അപവാദം പ്രചരിപ്പിച്ചാലും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അല്പത്തരം കൊണ്ട്, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ അല്പത്തരം കൊണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പേര് പറയാൻ പോലും തയ്യാറായിട്ടില്ലെങ്കിലും, നിങ്ങൾ ഉമ്മൻചാണ്ടിയെ മറയ്ക്കാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞത്തിന്റെ പിതാവെന്ന് കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് മുൻപിൽ ഉണ്ട്. അത് മാഷോട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. ശരി, ശ്രീ ജോസഫ് വിജയൻ, ഈ വല്ലാർപാടം പദ്ധതി പാളിപ്പോയി, അതുകൊണ്ട് വിഴിഞ്ഞവും പാളിപ്പോകും എന്നൊരു നിഗമനത്തിലെത്തുന്നത് ശരിയാണ്. കാരണം വല്ലാർപാടത്ത് ഈ കപ്പൽ ചാലിന് ആഴം കുറവാണ്, അതുകൊണ്ട് വലിയ കപ്പലുകൾ വരാൻ ബുദ്ധിമുട്ടുകളുണ്ട്. വിഴിഞ്ഞം അങ്ങനെയല്ല, വിഴിഞ്ഞം കുറെ കൂടി പ്രകൃതിദത്തമായ തുറമുഖമാണ്, ആഴമുള്ള കപ്പൽ ചാലാണുള്ളത്. അതുകൊണ്ട് ഈ വിഴിഞ്ഞത്തിനും വല്ലാർപാടത്തിന്റെ ഗതി വരും എന്നൊക്കെ ചിന്തിക്കുന്നതിൽ കാര്യമുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഈ വല്ലാർപാടത്തെയും വിഴിഞ്ഞത്തെയും കാര്യങ്ങൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. വിഴിഞ്ഞത്തെക്കുറിച്ച് ഇവിടെ അവകാശപ്പെടുന്നത് ഏറ്റവും വലിയ ആഴമുണ്ട്, അതുകൊണ്ട് ഏറ്റവും വലിയ ആഴത്തിൽ പോകാൻ കഴിയുന്ന ഏറ്റവും വലിയ കപ്പലുകൾക്ക് വരാൻ കഴിയുമെന്നാണ് അഭിജിത്ത് പോലും ഇപ്പോൾ ഈ പറഞ്ഞത്. പക്ഷേ ഈ ആഴം എന്ന് പറയുന്നത് ഒരു സ്ഥിരമായ ഒരു പ്രതിഭാസമല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇതിന് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ വിഴിഞ്ഞത്ത് ഈ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തെ മീൻപിടുത്തക്കാർക്കറിയാം, അവിടെ കടലിൽ പോകുന്ന ആളുകൾക്കറിയാം, അവിടെ ആ വളച്ചു കെട്ടിയിരിക്കുന്ന ബ്രേക്ക് വാട്ടറിനകത്തുള്ള ആ കടലിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ഇവർ ഡ്രഡ്ജ് ചെയ്ത ശേഷവും വീണ്ടും അവിടെ മണൽ സ്വാഭാവികമായി അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ ധൃതി പിടിച്ച് 2ാം ഘട്ടം 3ാം ഘട്ടം പരിസ്ഥിതി ആഘാത പഠനത്തിന് പോവുകയാണല്ലോ. കാരണം എന്താ? അവിടെ ഇപ്പോൾ 1ാം ഘട്ടം അവസാനിപ്പിച്ചിട്ട് കപ്പലുകൾ വരാൻ തുടങ്ങിയാൽ 1 വർഷത്തിനുള്ളിൽ അവിടെ മണലടിയും. വലിയ കപ്പലുകൾക്ക്, ഈ വലിയ കപ്പലുകൾ ഇപ്പോൾ വന്ന കപ്പലിന് പോലും ഡ്രഡ്ജ് ചെയ്താതെ അതിനകത്ത് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ സ്വാഭാവികമായി ഉണ്ടായിരുന്ന ആഴം കൃത്രിമമായ ഈ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഫലമായി അവിടെ മണലടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഡ്രഡ്ജിങ് നടക്കുന്നതിനേക്കാൾ കൂടുതൽ
മണല് ഡ്രഡ്ജിങ്ങിൽ എടുത്തു മാറ്റിയാലും അവിടെ തീരം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മാത്രമല്ല, ഈ വലിയ ഈ പുലിമുട്ട് കെട്ടിയതിൻ്റെയും ഈ അതിന് തെക്കുള്ള ഫിഷിംഗ് ഹാർബറിൻ്റെ ഇടയ്ക്കുള്ള കടൽ തീരം പോലും മണലടിയുന്നതായിട്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ കാണുന്നുണ്ട്, അനുഭവിച്ചുകൊണ്ടിരിക്കുക, അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ആഴമെന്ന് പറയുന്നത് കൃത്രിമമായി നമ്മൾ എന്തെങ്കിലും നിർമ്മിതി നടത്തിക്കഴിഞ്ഞാൽ ആഴമൊക്കെ മാറും. ഇത് അദാനിക്ക് ഇപ്പോൾ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദാനി ഈ 2ാം ഘട്ടം 3ാം ഘട്ടം, അതായത് ഡ്രഡ്ജിങ് എന്തായാലും ചെയ്യണം. അപ്പോൾ തുടക്കത്തിൽ തന്നെ കപ്പലുകൾക്ക് വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ള ഭയം അദാനിക്കുണ്ട്, അവിടുത്തെ എഞ്ചിനീയർമാർക്കുണ്ട്. അങ്ങനെ വന്ന് ഇപ്പോൾ ഈ വല്ലാർപാടത്തേക്കാൾ കടുത്ത ഇവിടുത്തെ തിരുവനന്തപുരത്തെ തീരത്തിൻ്റെ അവസ്ഥ പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞർക്കറിയാം. അവിടെയൊക്കെ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മണൽ വിന്യാസം, മണൽ നീക്കം നടക്കുന്ന ഒരു തീരമാണ് തിരുവനന്തപുരത്തേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് പല ശാസ്ത്രജ്ഞരുമായിട്ടും ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ഇവിടുത്തെ ഈ തീരത്തെ മണൽ നീക്ക പ്രതിഭാസത്തെക്കുറിച്ച് അറിയാത്തവരാണ്, അതേക്കുറിച്ച് പഠിക്കാത്തവരാണ്. ഈ സ്വാഭാവിക ആഴമുണ്ട്, എല്ലാ കാലവും ഈ ആഴം ഇതുപോലെ നിലനിൽക്കും, ഏറ്റവും വലിയ കപ്പലുകൾക്ക് വരാൻ കഴിയുമെന്നൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ് നടക്കുന്നത്. ഈ പറച്ചിലൊക്കെ വലിയ ആയുസ്സുണ്ടാവില്ല. ഇത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ, വീണ്ടും ഡ്രഡ്ജിങ് നടത്തുമ്പോൾ എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഡ്രഡ്ജിങ് നടത്തി പുതിയ കര നികത്താനായിട്ടാണ് ഇപ്പോൾ അദാനി ഈ പരിസ്ഥിതി അനുമതി ചോദിച്ചിരിക്കുന്നത് 2ഉം 3ഉം ഘട്ടത്തിലേക്ക്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ 1ാം ഘട്ടത്തിൽ തന്നെ പ്രവർത്തനം നടക്കണമെങ്കിൽ അവിടെ ഡ്രഡ്ജിങ് നടത്തിയേ പറ്റൂ. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ കൊളംബോയിലെ കാര്യമാണല്ലോ. കൊളംബോയിലാണല്ലോ അവിടെ വലിയ ഇന്ത്യയിൽ നടക്കുന്ന കപ്പൽ വ്യാപാരത്തിൻ്റെ ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ബിസിനസ് മുഴുവൻ അവിടെ ചെയ്യുന്നു. പക്ഷേ അഭിജിത്തിന് അറിയാമോ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് CPM പ്രതിനിധിക്ക് അറിയാമോ, അദാനി ഇവിടെ കൊളംബോയിലെ ഒരു പ്രധാന തുറമുഖത്തിലെ 2 ടെർമിനലുകളാണുള്ളത്. ഒരു ടെർമിനലാണ് ചൈനീസ് ഗവൺമെൻറ്റിൻ്റേത് ഉടമയിലുള്ള പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ ടെർമിനൽ അത് ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നു. അതിപ്പോൾ ആരാണ് ഏറ്റെടുത്തിരിക്കുന്നത് അറിയാമോ? അദാനിയാണ്. അദാനി അവിടെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുടങ്ങുകയാണ്. വിഴിഞ്ഞത്തേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള ടെർമിനലാണ്, കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുള്ള തുറമുഖമാണ് അദാനി അവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. അവിടുത്തെ ഗുണമെന്താണെന്ന് ചോദിച്ചാൽ, കടക്കെണിയിലായ ശ്രീലങ്കൻ സർക്കാർ ഈ കടം നികത്താൻ വേണ്ടിയിട്ട് കടത്തിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെയും ജപ്പാനെയും ഒക്കെ ആശ്രയിച്ചപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റാണ് ധനസഹായം വാഗ്ദാനം ചെയ്തു. പക്ഷേ അതിനും പ്രതിഫലമായിട്ട് കൊളംബോയിലെ തുറമുഖം ഇന്ത്യക്ക് ഏറ്റെടുത്തോളാൻ പറഞ്ഞു, ഇന്ത്യയിലെ ടെർമിനൽ. അപ്പോൾ നരേന്ദ്രമോദി അതിന് അദാനി ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ അദാനി ഈ വിഴിഞ്ഞത്താണ് ഈ ട്രാൻസ്ഷിപ്മെൻ്റ് എല്ലാം നടത്തും, ഈ രാജ്യത്തെ മുഴുവൻ ട്രാൻസ്ഷിപ്മെൻ്റ് ഇവിടെ നടക്കാൻ പോവുകയാണെന്നൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നെങ്കിൽ അത് തെറ്റാണ്. കാരണം കൊളംബോയിലാണ് ഏറ്റവും കുറഞ്ഞ ട്രാൻസ്ഷിപ്മെൻ്റ് നടത്തുന്ന കപ്പലുകൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസ്. അതിലൂടെയാണ് കമ്പനികൾ ലാഭം ഉണ്ടാക്കിയത്. പക്ഷേ ഈ ഫീസ് വിഴിഞ്ഞത്ത് നമ്മൾ വികസനത്തിന് രാഷ്ട്രീയമില്ല എന്ന് എല്ലാ പാർട്ടികളും പറയുമ്പോൾ വിഴിഞ്ഞത്ത് ആ പാഠം നമ്മൾ പഠിക്കുമോ എന്നുള്ളതാണ് ഈ ആർപ്പ് വിളികൾക്കിടയിൽ മുഴങ്ങുന്ന ചോദ്യം. വളരെ നന്ദി ശ്രീ ജോസഫ് വിജയൻ, ശ്രീ അഭിജിത്ത്, ശ്രീ പ്രകാശൻ മാസ്റ്റർ.